മതിക്കുന്ന് ഗ്രാമീണ വായനശാലയുടെ നേതൃത്വത്തിൽ ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് വായനശാലയുടെ അങ്കണത്തിൽ അനുസ്മരണ യോഗം വായനശാല രക്ഷാധികാരി ഇ മോഹനൻ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിന് ശേഷം ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പരിസ്ഥിതി സംരക്ഷകൻ ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. പൊന്നുകര സെന്റർ മുതൽ മഠം വഴി വരെ ഏകദേശം 1 കിലോമീറ്റർ ദൂരം PWD റോഡിന്റെ ഇരുവശങ്ങളും പുല്ലുവെട്ടി പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ നീക്കം ചെയ്തു. വായനശാല ഹാളിൽ ഗാന്ധി സ്മൃതി അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി സംരക്ഷണം സംബന്ധിച്ച് ഗോപാലകൃഷ്ണൻ മാസ്റ്റർ ക്ലാസ് എടുത്തു. വിവിധങ്ങളായ ചടങ്ങുകൾ വായനശാല സെക്രട്ടറി രഘുനാഥ് അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് തല നേതൃത്വ സമിതി കൺവീനർ KN ശിവൻ, പുത്തൂർ പഞ്ചായത്ത് കാർഷികേതര തൊഴിലാളി സഹകരണ സംഘം പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ ഞാറ്റുവെട്ടി, വായനശാല വൈസ് പ്രസിഡന്റ് CD സന്തോഷ്, ജോയിന്റ് സെക്രട്ടറി VK മോഹനൻ എന്നിവർ സംസാരിച്ചു. വായനശാല ഭരണസമിതി അംഗങ്ങളായ ജയപ്രകാശ്, തിലകൻ, ലൈബ്രറിയൻ തുഷാര എന്നിവർ നേതൃത്വം നൽകി. അതിന് പ്രാധാന്യം കൊടുത്ത് അത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ സാമൂഹ്യ പ്രവർത്തനങ്ങളിലൊക്കെ തന്നെ അത് മുൻനിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്നതായിട്ടുള്ളൊരു രീതി ഇന്ന് നമുക്ക് വളരെ വിരളമായിട്ട് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുള്ളൂ എന്നുള്ളതാണ്. ഗാന്ധിസത്തെ മുൻനിർത്തി എന്ന് പറയുന്നവർ പോലും ഈ പറയുന്ന ആശയങ്ങളെയൊക്കെ തന്നെ ഒരു മൂലയ്ക്കൊതുക്കി പ്രായോഗിക ആയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടുള്ള വിശേഷമാണ് പൊതുവെ നമ്മളിവിടെ കണ്ടുവരുന്നത്. നമുക്കറിയാം, പിന്നെ ഗാന്ധി ജയന്തിയോടൊപ്പം ഗാന്ധിയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, ഗാന്ധി 1869 പോർബന്തറിൽ ജനിച്ചു എന്ന് പറഞ്ഞ് നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്. ഗാന്ധി പഠിക്കുന്ന കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ സാധാരണ ഒരുപാട് നല്ല ഉയർന്ന തരത്തിലൊക്കെ പഠിക്കുന്ന കുട്ടികൾ സാധാരണ ഒരു ആവറേജ് കുട്ടിയായിട്ട് പഠിച്ചിരുന്ന ഗാന്ധിയാണ്. പിന്നീട് അദ്ദേഹത്തിന് ഇംഗ്ലണ്ടിൽ പോയിട്ട് എന്താ പറയുക, നിയമ വിദ്യാഭ്യാസം പഠിക്കാനായിട്ട് ഇംഗ്ലണ്ടിൽ പോകാനുള്ള അവസരം ഉണ്ടായിരുന്നു. പിന്നെ ഗാന്ധിക്കുള്ളൊരു ഗുണം വെച്ചാൽ നന്നായിട്ട് വായിക്കും എന്നുള്ളതാണ്. ആ ഘട്ടങ്ങളിൽ പഠന ഘട്ടങ്ങളിലൊക്കെ തന്നെ അദ്ദേഹം മറ്റ് പല പുസ്തകങ്ങളൊക്കെ നല്ല രീതിയിൽ വായിക്കുമായിരുന്നു. അതോടൊപ്പം തന്നെ പലതരത്തിലുള്ള മതഗ്രന്ഥങ്ങളൊക്കെ തന്നെ അദ്ദേഹം ഈ പഠന കാലഘട്ടത്തിൽ തന്നെ വായിച്ചു. ഭഗവത്ഗീതയായാലും ഖുർആനായാലും മറ്റേ ബൈബിളായാലും അങ്ങനെയുള്ള മതഗ്രന്ഥങ്ങൾ ഒക്കെ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുമായിരുന്നു. അതുപോലെ തന്നെ ക്രിസ്തു മതത്തെക്കുറിച്ചും ജൈന മതത്തെക്കുറിച്ചും അതിൻ്റെ ആയിട്ടുള്ള ആശയങ്ങളൊക്കെ തന്നെ അദ്ദേഹത്തെ വളരെയേറെ സ്വാധീനിച്ചിട്ടുണ്ട്. അങ്ങനെ ഈ ഇദ്ദേഹത്തിൻ്റെ ഒരു ബാരിസ്റ്ററായി അതിനെ വക്കീലായിട്ട് വന്നിട്ട് നാട്ടിൽ പല കേസുമായിട്ട് ബന്ധപ്പെട്ട ഘട്ടങ്ങളിലൊക്കെ തന്നെ വേണ്ടത്ര ശോഭിക്കാനൊന്നും അദ്ദേഹത്തിന് കഴിഞ്ഞിരുന്നില്ല. പിന്നീടാണ് അദ്ദേഹം ഈ ഒരു ഇന്ത്യക്കാരനായിട്ടുള്ളൊരു വ്യവസായിക്ക് വേണ്ടി സൗത്ത് ആഫ്രിക്കയിൽ ഒരു ജോലിയായിട്ട് ബന്ധപ്പെട്ട് സൗത്ത് ആഫ്രിക്കയിൽ പോകുന്നത്. അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് നേരിട്ടതായിട്ടുള്ള പലതരത്തിലുള്ള തിക്ത അനുഭവങ്ങൾ, അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തന രീതി തന്നെ മാറ്റിമറിക്കുന്നത്. പണ്ട് സാധാരണക്കാരനായിട്ട് നിന്നിരുന്ന അദ്ദേഹം പല കാര്യങ്ങളിലും ശക്തമായിട്ട് പ്രതികരിക്കാൻ ഒക്കെ തുടങ്ങുന്നത് അദ്ദേഹത്തിന് അവിടെ നേരിടേണ്ടി വന്ന വർണ്ണ വിവേചനമൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നതായിട്ടുള്ള പലതരത്തിലുള്ള പ്രതികരണങ്ങളാണ്. ട്രെയിനിലൊക്കെ വെച്ച് അദ്ദേഹത്തിന് ചവിട്ടുവാണ്ടതൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതുപോലുള്ള പല കാര്യങ്ങളിലും ഇതാവുകയും അങ്ങനെ അദ്ദേഹം ഇതിനെതിരെ പ്രതികരിക്കാനാണ് അവിടെ സൗത്ത് ആഫ്രിക്കയിലെ നാറ്റൽ ഇന്ത്യൻ കോൺഗ്രസ് എന്നുള്ള സംഘടന തന്നെ രൂപീകരിച്ചുകൊണ്ട് അവിടെ ഈ പറയുന്ന പ്രവർത്തനങ്ങളിലൊക്കെ അദ്ദേഹം ഏർപ്പെടുന്നത്. അങ്ങനെ ആ ഘട്ടങ്ങളിലൊക്കെ തന്നെ ഈ പറഞ്ഞ മാതിരി സത്യാഗ്രഹ സമരം എന്നുള്ള ഒരു ആശയം മുൻനിർത്തിക്കൊണ്ടുള്ള പ്രവർത്തന രീതി തന്നെയാണ് അദ്ദേഹം അവിടെ തുടക്കം കുറിക്കുന്നത്. അങ്ങനെ പലതരത്തിലുള്ള സമര പരിപാടികൾ അവിടെ ആവുകയും അവിടെയും ഈ പറഞ്ഞ മാതിരി
അവിടെ ജയിലിൽ തന്നെ ഏതാണ്ട് ഒരു 249 ദിവസത്തോളം തന്നെ അവിടെ ജയിലിൽ തന്നെ അദ്ദേഹത്തിന് കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. ഈ ഘട്ടങ്ങളിലൊക്കെ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വായനയുടെ ഭാഗമായിട്ടാണ് അദ്ദേഹത്തിനെ വളരെയേറെ ആകർഷിച്ചത്. ടോൾസ്റ്റോയിയുടേതായിട്ടുള്ള പല കാര്യങ്ങൾ ആണ് അദ്ദേഹം വളരെയേറെ ആകർഷിച്ചത്. അതുപോലെ തന്നെ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ ആകർഷിച്ചായിട്ടുള്ളൊരു പുസ്തകം എന്ന് പറയുന്നത് ജോൺ റസ്കിൻ്റെ അൺ ടു ദി ലാസ്റ്റ് എന്ന പേരിലുള്ള ആ പുസ്തകം. വളരെ ചെറിയൊരു പുസ്തകമാണ്, ചെറിയ ആശയമാണ്. ആ പുസ്തകത്തിൽ നിന്നാണ് അദ്ദേഹത്തിന് സർവോദയ എന്ന ആ ഒരു മഹത്തായ ഒരു കാഴ്ചപ്പാടിലേക്ക് അദ്ദേഹം എത്തുന്നത് തന്നെ. എല്ലാവരുടെയും ഉന്നമനം എന്ന രീതിയിൽ താഴെ തട്ടിലുള്ളവരെയും ഉയർത്തിക്കൊണ്ടുവരാവുന്ന തരത്തിലേക്കുള്ള ഒരു പ്രവർത്തന രീതി, ഒരു സംവിധാനം എന്ന രീതിയിലുള്ള ഒരു കാഴ്ചപ്പാടിൽ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി തന്നെ മാറുന്നത് ഈ പുസ്തകത്തിലേക്ക് സ്വാധീനമുണ്ടാകും. ഇങ്ങനെയാണ് അദ്ദേഹം അവിടെ ഇത് പറഞ്ഞ മാതിരി ഒരു 21 വർഷത്തോളം ഈ പറയുന്നതായിട്ടുള്ള സമര പരിപാടികളൊക്കെ ആയിട്ട് അവിടെ പ്രവർത്തിച്ചതിന് ശേഷമാണ് അദ്ദേഹം നമ്മുടെ ഇന്ത്യയിലേക്ക് 1905 കൂടിയിട്ട് ഇന്ത്യയിലേക്കൊക്കെ തിരിച്ചു വരുന്നത്. ഇന്ത്യയിൽ വന്ന അദ്ദേഹം ഇന്ത്യയിലേതായിട്ടുള്ള വിവിധങ്ങളായിട്ടുള്ള ഗ്രാമാന്തരങ്ങളിലൊക്കെ തന്നെ സഞ്ചരിച്ച് ഇന്ത്യയെ മനസ്സിലാക്കാനാണ് അദ്ദേഹം ശ്രമിച്ചത്. അദ്ദേഹത്തിന് വേണമെങ്കിൽ അന്ന് നേരിട്ട് വേണമെങ്കിൽ നേതൃത്വത്തിലേക്ക് വരാനും അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോകാമായിരുന്നു. അതിനേക്കാൾ ഉപരി ആദ്യം ഇന്ത്യ എന്താണ് എന്നുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാക്കാനായിട്ട് ഇന്ത്യ ഗ്രാമങ്ങളിൽ പോലും അല്ലേ സാധാരണ സഞ്ചരിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ പ്രധാന നഗരപ്രദേശങ്ങളിലൊക്കെ ആയിട്ട് സഞ്ചരിച്ച് പോകുന്നതുകൊണ്ട് സാധാരണ ജനങ്ങളുടേതായിട്ടുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് തിരിച്ചറിയാനായിട്ട് കഴിയില്ല. ഇത് ഗ്രാമപ്രദേശങ്ങളിലൊക്കെ ഉള്ള സഞ്ചരിച്ച് അതുപോലെ തന്നെ ആ കാലത്ത്